ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഹെൽത്തി ഡിഷ് ആക്കിയാലോ? നമ്മളെ പ്രോൺ മോമോ, നമ്മളെ ചെമ്മീൻ വെച്ചിട്ടൊരു മോമോ ചെയ്യാം. നല്ല ഈസിയാണ് ചെയ്യാനും, പെട്ടെന്ന് ചെയ്യാനും പറ്റും, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മോമോ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചേക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിൽ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ മൈദയിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കേ. നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ ചേർത്താൽ മതി, അഴഞ്ഞു പോയരുത്, ലൂസായി പോവരുത്. നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു ഡോ ആട്ടോ നമുക്ക് കിട്ടേണ്ടി. ഒരു മീഡിയം സോഫ്റ്റ്നെസ് മതി. ഉണ്ടോ? ഈ ഒരു രൂപത്തിൽ മതിട്ടോ വെള്ളം. എന്നിട്ട് നമുക്ക് കുഴച്ചൊന്ന് എടുക്കാം. ഞാൻ കുഴച്ചെടുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒരു സെമി സോഫ്റ്റ് ഡോ ആണ്. കണ്ടോ, കുറച്ച് സ്റ്റിഫാണ്, എന്നാൽ കുറച്ച് സോഫ്റ്റും ആണ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം അതിൻ്റെ മുമ്പ് ഒന്ന് നമുക്ക് തിരിതാ ഓയില് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ മോമോന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അത് ഞാൻ ഇവിടെ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യതാ ഒരു 2 വലിയ ചോള വെളുത്തുള്ളിയാണ്. അതേപോലെ ഇതാ 2 ചെറിയ പച്ചമുളകും ഉണ്ട്. എരിവുള്ള വലിയ പച്ചമുളകാണ്, 1 മതി കേട്ടോ. ഇനിതാ നമ്മളെ പ്രോണ്, നമ്മളെ ചെമ്മീന് ഒരു 12 എണ്ണം മീഡിയം സൈസ് ഉള്ള ചെമ്മീന് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിന്റെ കൂടെ തന്നെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കേ. ഇനി നമ്മൾ ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാതെ എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കേ. നമുക്ക് ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് നമ്മളെ ഉള്ളിത്തണ്ടില്ലേ, സ്പ്രിംഗ് ഒനിയൻ, അത് ഒരു 2 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർമൽ സവാള ഒരു കഷ്ണം എടുത്താൽ മതിയേ. അതേപോലെ ഇതാ ഞാൻ ഒരു ക്യാരറ്റിന്റെ പകുതി, ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റിന് ഇടണോ ഒന്നുമില്ല കേട്ടോ, ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇനി ഇതാ ഞാൻ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണ്ടേ. അതേപോലെ 1 ടീസ്പൂണ് നമ്മളെ സോയാ സോസും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഉപ്പ് നമ്മൾ ആദ്യം മിക്സിയിലിട്ട സമയത്ത് ചേർത്തിരുന്നു. പിന്നെ സോയാ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ അതിലേക്ക് കുറച്ച് ക്യാബേജിന്റെ ലീഫ് ഇട്ട് കൊടുക്കുകയാണെ. അതേപോലെ ഇത് ഓപ്ഷണലാണ്, വേണേ ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും. നമ്മൾ നേരത്തെ ചെമ്മീന്റെ തലഭാഗം ക്ലീൻ ചെയ്തതാണ്, അതും ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കട്ടെ. ചിക്കൻ മോമോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കേബേജിന്റെ കൂടെ നമ്മൾ ചിക്കൻ എടുക്കുന്ന അതിന്റെ എല്ലിന്റെ പീസ് ഇടും. അപ്പൊ ഈ സ്റ്റോക്കിൽ നമ്മളെ മോമോ വേകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിതൊന്ന് വെക്കട്ടെ കേട്ടോ, തിളയ്ക്കാൻ. അപ്പോഴേക്ക് നമുക്ക് ഫില്ലൊക്കെ ചെയ്ത് റെഡിയാക്കാം. ഇതാ ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഇതാ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഒരു ഷേപ്പ് ആക്കി എടുക്കട്ടെ. ഇതാ ഇതുപോലൊരു ഷേപ്പില് നീളത്തില് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഇതാ ഇനി നമുക്ക് ഇതാ 4 എണ്ണം കിട്ടിക്ക്, അത്യാവശ്യം വലുപ്പമുള്ള 4 എണ്ണം. ഇത് 4ഉം ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കല്ല, അതുപോലെ ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതാ ഇതുപോലെ പരത്തിൻ്റെ, അധികം കട്ടിയില്ല, നമ്മൾ തീരെ കട്ടില്ലാതെയല്ല എന്നാൽ നല്ല കട്ടിയുമില്ല, ആ രീതിയിലാണ് പരത്തിയെടുത്തത്. ഇതാ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഇതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാനേ. ഇത് ഞാൻ ഇത്തിരി ഇതാ മൈദപ്പൊടിയിൽ ഒന്നൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതാ 4 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതങ്ങ് മാറ്റിയേക്കാം. നമുക്ക് വേണേ വീണ്ടും പരത്തി വീണ്ടും കിട്ടുമല്ലോ. ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാം ഇതാ പരത്തിയിട്ട് ഇതുപോലുള്ള 25 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുന്നതിന്റെ മുമ്പാ നമുക്ക് ആദ്യം ഈ സൈഡിലൂടെ ഇത്തിരി വെള്ളം കൊടുക്കാം, പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി കിട്ടാനേ. ഇനി ഇതാ ഇത്തിരി ഫില്ലിങ് സെന്ററിൽ വെച്ചെടുക്കാം. കുറച്ച് മതി, നിങ്ങളെ പരത്തുന്ന ബൂരിക്ക് അനുസരിച്ച് ഉണ്ടാവും കേട്ടോ ഫില്ലിങ് എടുക്കുന്ന. പിന്നെ അതാ ഫില്ലിങ്ങിന്റെ കൂടെ ഒരു
ഒരിത്തിരി ഒരു പിഞ്ച് എന്ന് പറയും 1/4 ടീസ്പൂണോളം ബട്ടർ ഒരു ഇത്തിരി ഉണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി പിടിക്കും. എന്നിട്ട് ഒരു ഭാഗം ആദ്യം ഒന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റ് എടുക്കുക, ഒന്നൊന്നവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കണ്ടോ, അപ്പൊ അതൊരു കേവ് പോലായി കിട്ടും. എന്നിട്ട് ഒന്നൊന്ന് രണ്ടും കൂടെ ചേർത്തിട്ട് പ്രസ് ചെയ്തെടുക്കുക. അതാ കണ്ടോ, അപ്പൊ അത് നമ്മളെ മോമോ ഇവിടെ റെഡി. കണ്ടോ, ഇതാ നമ്മുടെ സ്റ്റീമറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കട്ടെ കേട്ടോ. അതേപോലെ ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3-4 അത് വെച്ചെടുക്കാം. നമുക്ക് ഇതാ അടിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മൾ എന്തായി നോക്കാം നമ്മളെ മോമോ. അപ്പൊ ഇതാ നമുക്ക് ചൂട് തണിഞ്ഞുണ്ട്. കൈ കൊണ്ട് തന്നെ അങ്ങനെ എടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് കാണിച്ചിട്ട് കണ്ട കറക്റ്റ് നമ്മളെ മോമോ കണ്ട. ഇതാ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ട ഉള്ളിലൊക്കെ നമ്മളെ ബട്ടറൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ഇഫ്താറിനായാലും നല്ലതാണ്. എപ്പോഴാണ് നമ്മൾ ഹെൽത്തി മോമോ എന്ന് പറയാം, ഹെൽത്തി സ്നാക്സ് എന്ന് പറയാം. ഇപ്പൊ പറയാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.